വാഹനം രാത്രി ഓടിച്ചു നോക്കിയപ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നു. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഹൈറ്റ് കൂടുതലാണെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല. വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇത് N160, N150, N250 പോലുള്ള വാഹനങ്ങളിലെ ഹെഡ്ലൈറ്റ് ലെവൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ചുമർ കണ്ടുപിടിക്കുക. ഒരു ഫ്ലാറ്റായ ചുമരിൽ നിന്നും ഒരു 25 അടി ഡിസ്റ്റൻസിൽ വാഹനം സെൻട്രൽ സ്റ്റാൻഡിൽ ഒരു നിരപ്പായ സ്ഥലത്ത് വെക്കുക. ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് കറക്റ്റായി ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ക്രൂ ഇതുപോലെ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റിൻ്റെ അടിഭാഗത്ത് കാണാം. ഒരു ചുവപ്പ് നിറത്തിലുള്ള സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ടാണ് വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു വാഹനത്തിൽ പ്രൊജക്ടർ LED സെറ്റപ്പ് വരുന്ന ഒരു ഹെഡ്ലൈറ്റാണ്. മറ്റേ വാഹനങ്ങളിലൊക്കെ ചിലപ്പോൾ ചില രീതിയിൽ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വ്യത്യാസം വരാം. ഇനി ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് കടക്കുന്നതിന് മുമ്പ് വാഹനത്തിൻ്റെ ഹാൻഡിൽ സ്ട്രെയിറ്റ് ആണെന്ന് ഉറപ്പുവരുത്തണം. ഇനി അടുത്തതായി വേണ്ടത് ഒരു മെഷറിംഗ് ടാപ്പാണ്. ഇങ്ങനെ ഒരു ടാപ്പ് എടുത്ത് ഫ്ലോറിൽ നിന്നും വാഹനത്തിൻ്റെ പ്രൊജക്ടർ LED ലൈറ്റിൻ്റെ മിഡിൽ ഭാഗത്തേക്കുള്ള ഒരു ഹൈറ്റ് അളക്കുക. ഈ ഒരു വാഹനത്തിൻ്റെ അളവ് 32 ഇഞ്ചസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി അതേ അളവ് നമ്മൾ നേരത്തെ കാണിച്ച ചുമരിൻ്റെ ഭാഗത്തും അടയാളപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ 32 ഇഞ്ചസ് ആണ്. ആ ഒരു അളവിൽ ഒരു ടാപ്പോ ഒരു മാർക്കോ ചെയ്യുക. ഈ ഒരു ഭാഗം മെഷർ ചെയ്താണ് ഇനിയുള്ള അലൈൻമെൻറ്റ് പരിപാടികൾ ചെയ്യുന്നത്. കണ്ടില്ലേ, ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് നിറത്തിലുള്ള ഒരു ടാപ്പാണ് ഈ ഒരു ചുമരിൽ ഒട്ടിച്ചിരിക്കുന്നത്. ഇനി ചെയ്യാൻ പോകുന്ന കാര്യം വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുക എന്നതാണ്. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ എപ്പോഴും എൻജിൻ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ടർ മോട്ടർ കഴിഞ്ഞാലുടനെ പിന്നെ വാഹനത്തിൻ്റെ ഇലക്ട്രിസിറ്റി ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റാണ്. ഈ ഒരു വാഹനത്തിന് ആ ഒരു പ്രശ്നമില്ല. വാഹനം ഓൺ ചെയ്താൽ മാത്രമേ ഹെഡ്ലൈറ്റ് ഓൺ ആവൂ. അല്ലെങ്കിൽ മറ്റ് ചില വാഹനങ്ങളിൽ കീ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യും. അതുപോലുള്ള വാഹനത്തിൽ എൻജിൻ ഓൺ ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ ബാറ്ററി ഡ്രെയിനായി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാകാം. ഇനി ഇതുപോലെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് വെക്കുക. ഇപ്പോൾ കാണുന്നുണ്ടാവും നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഒരു ഭാഗം. ആ ഭാഗത്തിന് കൃത്യമായി ആണ് ഇപ്പോൾ ഒരു ഹെഡ്ലൈറ്റ് അടിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വാഹനം എപ്പോഴും ലോ ബീമിലാണ് ഇട്ട് വെക്കേണ്ടത്. ഹൈ ബീമിൽ ഇട്ട് വെച്ചാൽ ഈ ഒരു അളവ് കൃത്യമായി കിട്ടില്ല. എപ്പോഴും ഹെഡ്ലൈറ്റ് ലോ ബീമിൽ വെച്ച് വേണം ഈ ഒരു അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാൻ. ഇനി നേരത്തെ മാർക്ക് ചെയ്തത് 32 ഇഞ്ചസ് ആണ്. ആ ഒരു ലെവലിൽ നിന്നും 2-4 ഇഞ്ചസ് മാക്സിമം താഴ്ത്തി വേണം ഹെഡ്ലൈറ്റ് അലൈൻമെൻറ്റ് ചെയ്യാൻ. എന്നാലേ കൃത്യമായി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടും. നേരത്തെ കാണിച്ച അളവാണ് മാക്സിമം ലെവൽ. അതിൽ നിന്നും മാക്സിമം 4 ഇഞ്ചസ്. അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം അഡ്ജസ്റ്റ് ചെയ്യാം. വാഹനത്തിൻ്റെ സസ്പെൻഷൻ, ബാക്കിൽ ഇരിക്കുന്ന പില്ലിയൺ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി ഈ ഒരു അളവ് മാറും. അതുകൊണ്ട് വാഹനം റൈഡ് ചെയ്തതിന് ശേഷം മാത്രം ഇത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ നോക്കിയാൽ കാണാം, ചുമരിൽ നിന്നും ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ അളവ് താഴുന്നത് കാണാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇത്രയും ലെവൽ താഴ്ത്തി. ഞാൻ ഏകദേശം 2 ഇഞ്ചാണ് താഴ്ത്തിയത്. ഇനി വാഹനം ഓടിച്ചു നോക്കി വേണം ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാൻ. ഇപ്പോൾ ഏകദേശം കറക്റ്റായി എന്ന് വിചാരിക്കുന്നു. ഇത് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും പെർഫെക്റ്റായി ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. റിഫ്ലക്ടർ ലൈറ്റ് ആണെങ്കിൽ ലൈറ്റ് പല ഭാഗത്തേക്കും സ്പ്രെഡായി നിൽക്കും. അപ്പോൾ കൃത്യമായൊരു പോയിൻ്റ് കിട്ടാൻ പ്രയാസമാണ്. എങ്കിലും അതിലും ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓരോ വാഹനത്തിൽ വ്യത്യാസപ്പെടും എന്ന് മാത്രം. ഇപ്പോൾ ഒരു നൈറ്റ് വ്യൂ ആണ് കാണിക്കാൻ പോകുന്നത്. റോഡിലേക്ക് ഇറക്കി ഇപ്പോൾ നോക്കുമ്പോൾ ഹെഡ്ലൈറ്റ് വളരെ പെർഫെക്റ്റായി അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. കണ്ട്, ഇത് ഹൈ ബീമും ലോ ബീമും വളരെ പെർഫെക്റ്റാണ്. അപ്പോൾ എതിരെ വരുന്ന വാഹനത്തിൻ്റെ കണ്ണിൽ ഇതടിക്കില്ല.